FCRI ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അത് രാജ്യത്ത് വീണ്ടും നടപ്പിലാക്കാൻ പോവുകയാണ്. പുതിയ നിയമമാകാൻ പോവുകയാണ്. ശരിക്കു പറഞ്ഞാൽ ഇത് നിയമമാകുമ്പോൾ വലിയ പ്രതിസന്ധിയിലാകാൻ പോകുന്നത് കുറേ സന്നദ്ധ സംഘടനകളും പ്രതിസന്ധിയിലാവും, കുറേ പൊളിറ്റിക്കൽ പാർട്ടീസിനും ഒക്കെ അത് പ്രശ്നം വരും. 1976 അതായത് അടിയന്തരാവസ്ഥ കഴിഞ്ഞപ്പോഴാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഇവിടെ രാജ്യത്ത് നിലവിൽ വന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിലാണ്. ഇന്ദിരാഗാന്ധി 75 തോറ്റു. അത് കഴിഞ്ഞതിന് ശേഷം 76 ഇന്ദിരാഗാന്ധിയുടെ കാലമല്ല, അതിനുശേഷം 76. എന്നാൽ ഒറിജിനൽ ആക്ട് വന്നത് 76. അതിൻ്റെ ലക്ഷ്യം ഇതായിരുന്നു. 76 ഒറിജിനൽ ആക്ട് വന്നതിൻ്റെ ലക്ഷ്യം to regulate foreign donations and hospitality to safeguard national security and prevent foreign political interference. വിദേശ ഫണ്ടും കൊണ്ടുവന്ന് വിദേശ രാഷ്ട്രീയക്കാരുടെ ഈ രാജ്യത്തുള്ള ഇടപെടലും നാഷണൽ സെക്യൂരിറ്റിയും നോക്കിയിട്ടാണ് FCRI ബില്ല് വരുന്നത്. 1984 ആകുമ്പോൾ അതിലൊരു അമെൻമെൻറ്റ് കൊണ്ടുവന്നു. രജിസ്ട്രേഷൻ വിത്ത് ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് മാൻഡേറ്ററി ഫോർ NGO റിസീവിംഗ് ഫോറിൻ ഗ്രാൻഡ്. NGOസിന് ഫോറിൻ ഗ്രാൻഡ് സ്വീകരിക്കണമെങ്കിൽ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൽ, ആഭ്യന്തര വകുപ്പിൽ, ആഭ്യന്തര മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. 84 കൊണ്ടുവന്ന ബില്ലല്ല, അമെൻമെൻ്റാണ്. അതേസമയം 2010 ആയപ്പോൾ വീണ്ടും അമെൻമെൻറ്റ് കൊണ്ടുവന്നു. അപ്പോൾ കൊണ്ടുവന്നത് സ്ട്രിക്റ്റർ കോംപ്ലയൻസ് ആർക്കിടെക്ചർ ആൻഡ് മാൻഡേറ്റ് 5 year വാലിഡിറ്റി ഫോർ സർട്ടിഫിക്കേഷൻ കൊണ്ടുവന്നു. 5 വർഷമാണ് ഇതിൻ്റെ വാലിഡിറ്റി. ഇത് അവസാനം എന്ത് ചെയ്യണം? ഇത് പുതുക്കണമെന്ന് വന്നു. എന്നാൽ 2016-18 ആകുമ്പോൾ 16-ലും 18-ലും വീണ്ടും അമെൻമെൻറ്റ് വരുന്നു. ഫോറിൻ ഫണ്ടിങ് റെസ്പെക്ട് പൊളിറ്റിക്കൽ എൻട്രീസ് സീസ്ഡ് ടൈറ്റൻഡ് പീരിയോഡിക് ഫയലിങ്സ്. കാര്യങ്ങൾ പീരിയോഡിക്കായിട്ട് ഫയൽ ചെയ്യണം. വർഷത്തിൽ ഒരു പ്രാവശ്യം അത് ഫയൽ ചെയ്യണം. 5 വർഷം ആദ്യം ഫയൽ ചെയ്യേണ്ടായിരുന്നു, പിന്നെ 5 വർഷത്തിലൊരാക്കി, പിന്നെ 1 വർഷത്തിലൊരിക്കലാക്കി. 2020 വീണ്ടും അമെൻമെൻറ്റ് വന്നു. 2020 ബാൻ സബ് ഗ്രാൻഡിങ് കാപ്ഡ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ഭരണപരമായ ചിലവ് 20% കൂടുതലാകാൻ പാടില്ല. ചിലപ്പോൾ നേരത്തെ 50% എഴുതിയെടുക്കും ഭരണ ചിലവെന്ന് പറഞ്ഞു. ഒരു 50% ആക്ടിവിറ്റി നടക്കാറുള്ളൂ. പക്ഷെ അത് പറ്റില്ല. 20% കൂടുതൽ ഭരണ ചിലവ് എഴുതിയെടുക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ളൊരു മോണിറ്ററിംഗ് വേണമെന്നുള്ളത് കൊണ്ടും RBIയുടെ ഒരു മോണിറ്ററിംഗ് വേണമെന്നുള്ളത് കൊണ്ടും ഡൽഹിയിലെ SBIയിൽ അക്കൗണ്ട് തുറന്ന് ആ അക്കൗണ്ട് വഴി വേണം പണം വാങ്ങാൻ. അപ്പോൾ രാജ്യത്ത് ഏത് NGO FCRI വാങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് ഡൽഹിയിലെ SBI ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ആ അക്കൗണ്ട് വഴി മാത്രമേ പണം കൈമാറാൻ പറ്റുകയുള്ളൂ, വാങ്ങാൻ പറ്റുകയുള്ളൂ. 2022 ആയപ്പോൾ 22-ലും 25-ലും പുതിയ റൂൾസ് കൊണ്ടുവന്നു. ഇതിങ്ങനെ ക്രമാനുഗതമായി 1976 മുതൽ ക്രമാനുഗതമായി വരുന്നതാണ്. ഫാമിലി റെമിറ്റൻസ് റിപ്പോർട്ടിംഗ് ത്രഷോൾഡ് ആൻഡ് ഓപ്പറേഷൻ ക്യാരി ഫോർവേഡ് റൂൾസ്. അതായത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് NGO നടത്തുന്നവരുടെ കാര്യങ്ങളും മറ്റുമൊക്കെ കൊണ്ടുവരുന്ന ഒരു നിയമം വന്നു. 26-ൽ പുതിയ ബില്ലാണ് വരുന്നത്. അത് 2026 മാർച്ച് 26-നാണ് ആദ്യം വന്നത്. അത് വന്നു, പക്ഷേ അത് പാസ്സായിട്ടില്ല. ഇപ്പോൾ ആ ബില്ല് വീണ്ടും വരുന്നത് കേൾക്കുന്നു. ഡെസിഗ്നേറ്ററി അതോറിറ്റി, ഇതിനു വേണ്ടി ഒരു അതോറിറ്റി രൂപീകരിക്കുകയാണ്. ടു മാനേജ് ആൻഡ് ഡിസ്പോസ് ഓഫ് അസറ്റ് ഓർഗനൈസേഷൻ ഹു ലൈസൻസ് എസ്പേറ്റ്സ് ദീസ് ഓർ ക്യാൻസൽഡ്. അതായത് റിവൈസ്ഡ് FCRI റൂൾസ് വേഴ്സ് ആൾസോ നോട്ടിഫൈഡ് ജൂൺ 2022, 2026. അപ്പോൾ ഈ കഴിഞ്ഞ ജൂണിൽ, ഇപ്പോൾ ആഗസ്റ്റായി, ജൂൺ 2026-ൽ ഒരു നോട്ടിഫിക്കേഷനും വന്ന് റൂൾസും ഉണ്ടാക്കിയിട്ടുണ്ട്. റൂൾസ് നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബില്ലാക്കി പാസ്സാക്കി ഗസറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വരണം. പക്ഷേ ഇതിൻ്റെ ഒരു അപകടം കിടക്കുന്നത് ഈ പറയുന്ന പോലെ ക്രമാനുഗതമായി ഇതിൻ്റെ നിയന്ത്രണങ്ങൾ കൂടിക്കൂടി വരുന്നതിനനുസരിച്ച് സന്നദ്ധ സംഘടനകൾക്ക് ഈ പണം വരുന്നതിൻ്റെ അളവ് കുറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ വരുന്ന പണം ഡൈവേർട്ട് ചെയ്തും മറ്റാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വ്യാപകമായ പരാതി ഉണ്ട്. അതിൽ കുറച്ച് പരാതി ചിലയിടത്തെങ്കിലും മതപരിവർത്തനത്തിനും മത തീവ്രവാദത്തിനും ആൻറ്റി നാഷണൽ ഇലമെൻസിനെ വളർത്തുന്നതിനും കൊടുക്കുന്നു എന്നൊരു വാദം, അല്ലെങ്കിൽ ഒരു തർക്കം, അല്ലെങ്കിൽ ഒരു നിരീക്ഷണം ഉണ്ട്. അതും കൂടി വെച്ചുകൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞത്. എന്തായാലും വിദേശത്തുനിന്ന് ഫണ്ട് വരണം, പക്ഷേ ഫണ്ട് വരുമ്പോൾ അത് കർശനമായ നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ ഒരു ഏജൻസി പൈസ കൊണ്ടുവന്നാൽ ഏജൻസി തന്നെ ചിലവാക്കണം. സബ്ലെറ്റ് ചെയ്യാനോ സബ് ഏജൻസികൾ കൊടുക്കാനോ കഴിയില്ല എന്നതൊരു പ്രധാന പ്രശ്നമാണ്.
അതുപോലെ തന്നെ ഏജൻസികളെ പിടിച്ചാൽ മൊത്തം അവരുടെ അസറ്റുമൊക്കെ പോകും എന്നുള്ള നിലയിലുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ വരുന്നുണ്ട്. എന്തായാലും FCRA പാസ്സാകാനുള്ള സാധ്യതയുണ്ട്. പാസ്സായാൽ വലിയ തിരിച്ചടിയായിരിക്കും ഇന്ത്യയിലെ നിരവധി സംഘടനകൾക്കും ചില പൊളിറ്റിക്കൽ പാർട്ടികൾക്കും.